ഇവിടെ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വിഷയം വികസന പദ്ധതികളും കുടിയൊഴിപ്പിക്കലും ഉപജീവന പ്രതിസന്ധികളും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നാടിനെ ഇന്ന് വളരെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന 3 വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ അജണ്ടയുള്ള ഒരു കാര്യമാണ്. വിശദമായി നമ്മളതിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളോളം ചർച്ച ചെയ്യാനുള്ള സ്കോപ്പുള്ള ഒരു അജണ്ടയാണ് അതെന്ന് നിങ്ങൾക്കറിയാം, എനിക്കറിയാം. പരമാവധി ചുരുക്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ ശ്രമിക്കാം എന്ന് ആദ്യം പറയാം. വികസനം എന്ന് പറയുമ്പോൾ ആദ്യമായി നമുക്ക് ഓർമ്മ വരുന്നത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഒരിക്കലൊരു പ്രൊജക്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊരു വികസന പദ്ധതിയെപ്പറ്റി, ഒരു പ്രൊജക്റ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പരമദരിദ്രനായ ഒരു മനുഷ്യൻ്റെ മുഖമായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരേണ്ടത്. ആ മനുഷ്യന് എന്ത് സഹായം ഇതുമൂലം ഉണ്ടാകും എന്നായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളിലേറെയും ഈ ഒരു തത്വം ഉൾക്കൊള്ളുന്നതല്ല. പ്രത്യേകിച്ച് ആഗോളവൽക്കരണ കാലത്ത് ഈ 1991 ശേഷം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ പലതും ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതല്ല. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ ജീവനോപാധികൾ മെച്ചപ്പെടുത്തുന്നതിനോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള അജണ്ടകളുള്ള പദ്ധതികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പല പദ്ധതികളും നമുക്കറിയാൻ പറ്റും. BOT, PPP അടക്കമുള്ള പദ്ധതികളൊക്കെ നമുക്ക് ആ നിരക്കാണ് കാണാൻ പറ്റുന്നത്. ഈ വികസനം എന്ന വാക്കൊരു മാന്ത്രിക വാക്കാണ്, നമുക്കറിയാം. ആ വികസനം എന്ന് പറഞ്ഞാൽ വികസനം പ്രതീക്ഷയാണ്, പുരോഗതി എന്നുള്ളത് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അല്ലെങ്കിൽ ആ പുരോഗതി ഭാവിയാണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് വികസനം എന്ന മാന്ത്രിക വാക്കിന്റെ പുറകിൽ സർക്കാർ ഓരോ പദ്ധതികളും അവതരിപ്പിക്കുമ്പോൾ സമൂഹത്തെ വിഭജിക്കുകയാണ്. വികസന പക്ഷത്ത് നിൽക്കുന്നവരും വികസന വിരുദ്ധരായിട്ടുള്ള ആളുകളും എന്നുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവന്നിട്ട് ഓരോ വികസന പദ്ധതികളും അതിനിടയിലൂടെ അടിച്ചേൽപ്പിക്കാൻ ഗവൺമെന്റുകൾ കൗശലപൂർവ്വം ശ്രമിക്കുന്ന കാഴ്ച നമുക്കിന്ന് കാണാൻ പറ്റും. കേരളയിലടക്കം ഓരോ പദ്ധതികളും നോക്കിയാലും ആ പദ്ധതി പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഈ ഒരു അജണ്ട സർക്കാർ പുറത്തേക്ക് ഇറക്കും. ആ വികസനത്തിന്റെ വലിയ വാദങ്ങളായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പറയുക. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടും, നമുക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കും, അങ്ങനെ പറഞ്ഞ് ഈ പദ്ധതിക്ക് അനുകൂലമാക്കി പൊതുസമൂഹത്തിന്റെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഹോമോസാപ്പിയൻസ്, അതാണ് മനുഷ്യവർഗം, ഹോമോസാപ്പിയൻസ് ആണ്. മനുഷ്യൻ ഇന്ന് കാണുന്ന ഓരോ നമ്മൾ സംസാരിക്കുന്ന ഈ മൈക്ക് വികസനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഫാനും ഇലക്ട്രിസിറ്റിയും കെട്ടിടവും എല്ലാം വികസനത്തിന്റെ ഭാഗമാണ്. ഇന്ന് ലോകത്തുള്ളത് മുഴുവൻ വികസനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. പക്ഷെ മനുഷ്യൻ വികസനം തുടങ്ങിയത് എവിടെ നിന്നാണ്? ഹോമോസാപ്പിയൻസ് വികസനം തുടങ്ങിയത് എവിടെ നിന്നാണ്? അവനവന്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ ആദ്യമായി ആയുധം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോഴാണ് വികസനം തുടങ്ങിയത്, അല്ലേ? ഒരു കല്ല് കൂർപ്പിച്ച് അതുപയോഗിച്ച് വേട്ടയാടി ഭക്ഷണം കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യത്തെ മനുഷ്യന്റെ വികസനം. അതിനുശേഷം ഇന്നുണ്ടായിരിക്കുന്നതാണ് ഈ വികസനമൊക്കെ. പക്ഷെ ഇന്നത്തെ വികസനം അതിനൊക്കെയാണോ? മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണോ? പാർപ്പിടത്തിന് വേണ്ടിയാണോ? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല, അത് വേറെ അജണ്ടകളിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് ആ വികസനം കയറി വന്ന് മുന്നോട്ട് വന്ന് ഇന്ന് എവിടെ എത്തിക്കുന്ന ലോകത്തെല്ലാവരും മിക്കവാറും രാജ്യങ്ങൾ, ആണവ ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന മാരകമായ ആയുധങ്ങൾ കുന്നുകൂട്ടുന്ന തിരക്കിലാണ്. അതാണ് ഇന്നത്തെ വികസനം എത്തി നിൽക്കുന്ന അവസ്ഥ. മനുഷ്യന് വേണ്ടിയിട്ടല്ല, മനുഷ്യനെയും ഭൂമിയെയും ലോകത്തെയും തന്നെ നശിപ്പിക്കാൻ പോകുന്ന ആയുധങ്ങൾ കണ്ടെത്തുന്നതും അത് കുന്നുകൂട്ടുന്നതിലേക്കും വികസനം ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വികസനത്തിന്റെ ഒരു മറുപക്ഷം. ഇനി നമ്മൾ സാമൂഹ്യ പുരോഗതിയെ പറ്റി പറയുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന ജീവിത നിലവാരം ഉയർത്താൻ പോരുന്ന പദ്ധതികളായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. അത് പലപ്പോഴും പല പദ്ധതികളിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വികസനത്തെ പറ്റി നമ്മുടെ രാജ്യത്ത് കുറേ പദ്ധതികൾ നടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ കുടിയൊഴിപ്പിക്കൽ നടന്നിട്ടുണ്ട്. വിവാദമായതും വിവാദമാവാത്തതും ജനങ്ങൾ അറിയാതെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച് പോയിട്ടുള്ളതും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളതുമായ ഒരുപാട് പദ്ധതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിലൊന്നാണ് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ഒരു വൻ കുടിയൊഴിപ്പിക്കൽ അടിച്ചേൽപ്പിച്ച ഹീരാക്കുണ്ട് ഡാം എന്ന് പറയുന്ന ഒറീസയിലെ പദ്ധതി 1948 ആ പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു വാഗ്ദാനം അന്ന് ആ സമൂഹത്തോട് വയ്ക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഒരാൾക്കും നഷ്ടമുണ്ടാകില്ല എന്നുള്ള വാഗ്ദാനമായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ആ പദ്ധതിയുടെ ഭാഗമായി 26,561 കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു.
1 ലക്ഷത്തിൽ പരം മനുഷ്യരെ ആ പദ്ധതി ബാധിച്ചു. 360 ഗ്രാമങ്ങളും 1,25,000 ഏക്കർ ഭൂമിയും ആ ഡാമിന്റെ വെള്ളത്തിൽ മുങ്ങപ്പെട്ടു. 360 ഗ്രാമങ്ങൾ, നിങ്ങൾ ഓർക്കുക, ഓരോ മനുഷ്യനും ഓരോ കുടുംബങ്ങളും സമൂഹവും ജീവിച്ചിരുന്ന ഇടങ്ങളാണ്. ആ ഇടങ്ങൾ വെള്ളത്തിൽ മൂടപ്പെട്ടു പോവുകയാണ്. അതുകൂടാതെ 18 ക്യാമ്പുകളിലായി ആകെ 2243 കുടുംബങ്ങൾക്ക് മാത്രമാണ് അന്ന് ഈ നെഹ്റു വാഗ്ദാനം ചെയ്ത പുനരധിവാസ സൗകര്യം സാധ്യമാക്കാൻ കഴിഞ്ഞത്. 4000-ഓളം കുടുംബങ്ങൾ ഒറ്റ നയാ പൈസ പോലും ലഭിക്കാതെ അവിടെ നിന്ന് കൂടി ഇറങ്ങേണ്ടത്. കാരണം അവർക്ക് ആദിവാസികളോ ഈ പറയുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളോ പട്ടയമോ രേഖകളോ ഒക്കെ ഇല്ലാത്ത സാധാരണ മനുഷ്യരായിരുന്നു. അവർക്കൊന്നും ഒരു നയാ പൈസ പോലും. 4000 കുടുംബങ്ങൾ അത്തരത്തിൽ ഇറക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. 70 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 2023 നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ഭേദഗതി വരുത്തുകയുണ്ടായി. 1849 കുടുംബങ്ങൾക്ക് കൂടി പട്ടയം കൊടുത്തു. ഒരു 221 കുടുംബങ്ങൾക്ക് കൂടി 10 സെന്റ് വീതം ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഹിരാക്കുഡ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഭാരതത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ വൻ കുടിയൊഴിപ്പിക്കലിന്റെ പദ്ധതിയുടെ ചിത്രം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സർദാർ സരോവർ പദ്ധതി നമ്മളൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണ്. ഹിരാക്കുഡ് അധികം കേട്ടിട്ടില്ല. സർദാർ പദ്ധതി നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ്. NAPM-ഉം മറ്റേ നർമ്മദ ബച്ചാവോ ആന്തോളനും മേധാ പട്കറും ഒക്കെ ഒരുപാട് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയും അതിന്റെ കെടുതികളും ഒക്കെയാണ് നമ്മൾ കുറെ അറിയാമത്. അതിൽ തന്നെ 2 ലക്ഷത്തോളം കുടുംബങ്ങളെ കൂടി ഇറക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതിലൊന്നും കൃത്യമായ വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രമാണ് പുനരധിവാസം കൊടുത്തിട്ടുള്ളത്. സ്വതന്ത്ര ഭാരതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 5 കോടി ജനങ്ങളാണ് ഇതുപോലെ വലിയ വലിയ വികസന പദ്ധതികളുടെ പേരിൽ തെരുവാധാരമാക്കപ്പെട്ടിട്ടുള്ളത്, കുടിയിറക്കപ്പെട്ടുള്ളത് എന്ന് പറയുന്നു. അതിൽ 76% പേർക്കും യാതൊരുവിധ പുനരധിവാസ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നീട് എന്താണ് സംഭവിക്കുക? 5 കോടി ജനങ്ങൾ കുടിയിറക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നു, രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. അപ്പൊ അതിലൊരു 24% പേർക്ക് മാത്രമേ പുനരധിവാസം കിട്ടിയെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഏതാണ്ട് 4 കോടിയിലധികം ജനങ്ങൾ എവിടെ പോയി? അവർക്ക് എന്ത് സംഭവിച്ചു? ഇത് ആരാണ് പരിശോധിക്കുന്നത്? ആരെങ്കിലും ഇത് പരിശോധിക്കുന്നുണ്ടോ? എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നുണ്ടോ? എവിടെ പോയവർ? നമുക്കറിയാം അവരൊക്കെ എവിടെയാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഭാരതത്തിൽ പല പല നഗരങ്ങളിലായി ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ബോംബെയിലെ ധാരാവി അടക്കമുള്ള ഒരുപാട് ചേരികളെ പറ്റി നമുക്കറിയാം. ആ നഗരങ്ങളോട് പ്രാന്തപ്രദേശങ്ങളിലായിട്ട് വലിയ ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കിടപ്പാടവും വരുമാനവും കൃഷിയും അവന്റെ സകലവും നഷ്ടപ്പെട്ട് പൊതു ആവശ്യത്തിന് വേണ്ടി കുടിയിറക്കപ്പെട്ട മനുഷ്യർ ചേക്കേറപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ചേരികളിലാണ്. പുഴുക്കളെ പോലെ ചേരികളിൽ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് ആത്മാഭിമാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരെ എത്തിക്കുന്നതിന്റെ പേര് കൂടിയാണ് വികസനം എന്ന് നമ്മൾ അറിയുക. ഇത് നമ്മുടെ കേരളത്തിൽ ആ ഒരു അർത്ഥത്തിൽ വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ അതിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കുന്ന ഒരു കേരളീയ സമൂഹമായതുകൊണ്ടിട്ട് ഈ പറയുന്ന മറ്റ് വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന പോലെയുള്ള രീതിയിലുള്ള അക്രമം ഈ രംഗത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് തന്നെ പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ വിഷയം കുടിയൊഴിപ്പിക്കലാണ്. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു വികസന പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന് ഭൂമി ആവശ്യമായിട്ട് വരും. സർക്കാരിന് ഭൂമി ലഭ്യമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വ്യക്തികളിൽ നിന്ന്, സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി എടുക്കേണ്ടതായിട്ട് വരും. വികസനം നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മനുഷ്യന്റെ ആവിർഭാവം മുതൽ ഇന്നോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യന്റെ ഉപജീവനത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും ഇത്തരം പദ്ധതികളും പല പദ്ധതികളും നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ വികസനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമായി വരാം. നമ്മൾ അവിടെ പറയുന്നത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ മാന്യമായ രീതിയിലുള്ള ഒരു ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസ സംവിധാനം അടക്കമുള്ള നഷ്ടപരിഹാര പ്രക്രിയയും ജനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന, അത് നമ്മുടെ ഈ 2013 ഒരു പുതിയ നിയമം വന്നിട്ടുണ്ടല്ലോ, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്ന മനോഹരമായ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു നിയമം. ആ നിയമത്തിൽ പറയുന്ന, അതിന്റെ പ്രിയാമ്പിൾ പറയുന്ന ഒരു കാര്യമാണ്, കുടിയൊഴിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് അവർ അന്ന് ജീവിച്ചിരുന്ന ജീവിത നിലവാരത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഓരോ വികസന പദ്ധതിയും നമ്മൾ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി കൂടി ലക്ഷ്യമിട്ടാണ് ഈ നിയമങ്ങൾ എന്ന് അതിന്റെ പ്രിയാമ്പിൾ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മളുടെ അർത്ഥതലത്തിൽ നമുക്കത് പ്രായോഗികമായിട്ട് നടപ്പാക്കി കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഭൂമി ചിലപ്പോൾ എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പോ നമ്മളുടെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഈ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് മൂലം ഉണ്ടായിട്ടുള്ളത് വസ്തുതയാണ്. UPA ഗവൺമെന്റ് പാസ്സാക്കിയ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ, ട്രാൻസ്പാരൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്ന 2013 നിയമം. ആ നിയമത്തിൽ തന്നെ ഒരു പോരായ്മ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത് 4 ഷെഡ്യൂളുണ്ട്. ഒന്ന് കോമ്പൻസേഷന്റെ ഘടകം പറയുന്നത്,
രണ്ട് റീഹാബിലിറ്റേഷന്റെ ഘടകം പറയുന്നു. മൂന്നാമത് ബേസിക് കമ്മ്യൂണിറ്റീസ് ഓൺ ദി സെറ്റിൽമെന്റ് ഏരിയാസ്, റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അത് മൂന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നു. നാലാമത്തെ ഷെഡ്യൂളിൽ 16 സ്ഥലമെടുപ്പ് നിയമങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിലൊന്നാണ് നാഷണൽ ഹൈവേ ആക്ട്, ഒന്ന് മെട്രോ ആക്ട്, ഒന്ന് KCB ആക്ട്, ഒന്ന് മിലിറ്ററി നേവി. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ രാജ്യത്ത് കുടിയൊഴിപ്പിക്കപ്പെടുന്ന പദ്ധതികൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കേണ്ട നിയമങ്ങൾ, പൈപ്പ് ലൈൻ ആക്ട് അടക്കമുള്ള, റെയിൽവേ ആക്ട് അടക്കമുള്ള ആക്ടുകൾ. ആ ആക്ടുകൾക്ക് ഈ റൈറ്റ് ടു കെയർ കോമ്പൻസേഷൻ ആക്ടിലെ 2013 പാസ്സാക്കിയ മാതൃകാപരമായ ആക്ടിലെ ആനുകൂല്യങ്ങൾ ബാധകമല്ല എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിന്റെ സെക്ഷൻ 105 വേണമെങ്കിൽ സർക്കാരിന്റെ ഒരു ഓർഡിനൻസിലൂടെ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഓർഡിനൻസ് ഇറക്കി പരാജയപ്പെട്ടു. പിന്നീട് സെക്ഷൻ 113 ഉപയോഗിച്ച് ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന റിമൂവൽ ഓഫ് ഡിഫിക്കൽറ്റീസ് എന്ന് പറയുന്ന ഒരു വകുപ്പ് വെച്ചുകൊണ്ട് നാഷണൽ ഹൈവേക്ക് ഇത് ബാധകമാക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത്. അതുപോലും നമ്മുടെ ഇരകൾ ഹൈക്കോടതിയിൽ നടത്തിയ വലിയ പോരാട്ടങ്ങളുടെ തുടർച്ചയായിട്ടാണ് ആ ഓർഡർ പോലും ഇറങ്ങിയത്. അങ്ങനെയാണ് നാഷണൽ ഹൈവേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോഴും അവിടെ വന്നിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾ നോക്കുക. ഈ പുരോഗമനപരമായ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ ആ നിയമം ഉപയോഗിച്ച് നാഷണൽ ഹൈവേക്ക് ഭൂമിയെടുക്കാം. അതിന്റെ സെക്ഷൻ 2(1) പറയുന്നുണ്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമിയെടുക്കാൻ ഈ നിയമം പ്രയോഗിക്കാമെന്ന്. നാഷണൽ ഹൈവേ ആക്ട് വേറെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ നിയമം പ്രയോഗിക്കാം. അതിന്റെ 1894 പൊന്നുമ്പല നിയമം എന്ന് പറയുന്ന ലാൻഡ് അക്വിസിഷൻ ആക്ട് മാറ്റി അത് റദ്ദ് ചെയ്തിട്ടാണ് ഈ 2013 നിയമം വന്നിട്ടുള്ളത്. പൊന്നുമ്പല നിയമം അനുസരിച്ചിട്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി എടുത്തിട്ടുണ്ട്, എറണാകുളത്ത് ഭൂമി എടുത്തിട്ടുണ്ട്, കണ്ടെയ്നർ റോഡിന് വേണ്ടി ആ നിയമം അനുസരിച്ചാണ് ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അതേ നിയമത്തിന്റെ പുറകെ വന്നിട്ടുള്ള പുതിയ നിയമം ഉപയോഗിച്ചും എടുക്കാം. അതിന്റെ നിയമത്തിൽ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്, സെക്ഷൻ 2(1) പറയുന്നുണ്ട് നാഷണൽ ഹൈവേക്ക് ഈ പദ്ധതി ഉപയോഗിച്ച് ഈ നിയമം ഉപയോഗിച്ച് ഭൂമി എടുക്കാം എന്ന്. പക്ഷേ ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് അറിയാമോ? ഗവൺമെന്റ് ചെയ്ത് വലിയൊരു കൊടും ചതിയാണ്. ഇന്നിപ്പോ ദേശീയപാതയുടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഇരകൾ 4 നിയമങ്ങൾ ഇത് പഠിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് ഗവൺമെന്റ് എത്തിച്ചിട്ടുള്ളത്. ഈ റൈറ്റ് ടു കെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതിന് പകരം അവരൊരു എളുപ്പം കണ്ടുപിടിച്ചത് നാഷണൽ ഹൈവേ ആക്ട് അനുസരിച്ച് 1956 നാഷണൽ ഹൈവേ ആക്ട് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കി. 2013 റൈറ്റ് ടു കെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് കോമ്പൻസേഷനും റീഹാബിലിറ്റേഷനും കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിന് ശേഷമുള്ള അവാർഡിനെതിരെയുള്ള അപ്പീൽ, അതായത് നഷ്ടപരിഹാരത്തിലെ തർക്കം, ആ തർക്കത്തിന് ഏതാണ് ആക്ട്? ഈ 2 ആക്ടും അല്ല, മൂന്നാമതൊരു ആക്ടാണ്. അതാണ് 1996 ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി ആ ആർബിട്രേഷൻ ആക്ടിൽ പരാതിപ്പെടാനുള്ള കാലതാമസം ഏത് നിയമം അനുസരിച്ചിട്ടാണ് കേൾക്കുന്നത്? അത് 1963 ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ചിട്ടാണ്. ഒരു ഭൂമി പോകുന്ന മനുഷ്യന് അവൻ്റെതായ കുറ്റമല്ല, സർക്കാർ പൊതു ആവശ്യത്തിന് വേണ്ടി, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, സർക്കാരിന്റെ ആവശ്യത്തിന് വേണ്ടി ഭൂമി എടുക്കുമ്പോൾ അവരെ 4 നിയമങ്ങൾ ഉപയോഗിച്ച് ചുറ്റിക്കറക്കുകയാണ്. ഈ 4 നിയമങ്ങളും പഠിക്കാതെ ഇതുമായി ഒരു ഇരക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിന്റെ കുടിയൊഴിപ്പിക്കലിന് നമുക്ക് പുനരധിവാസം നിർബന്ധമാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം പുനരധിവാസം അനുവദിക്കണം എന്നുള്ളതാണ്. ഇവിടെ എവിടെയാണ് നമുക്ക് കൃത്യമായ ഒരു പുനരധിവാസം കൊടുത്ത പൂർത്തിയാക്കിയ ഒരു പാക്കേജ് കൃത്യമായി പൂർത്തിയാക്കിയ ഒരു പദ്ധതിയും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ഫ്രാൻസിസ് കളത്തുങ്കിൽ ഇരിക്കുന്നുണ്ട്. മുലമ്പള്ളി സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. 316 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചതാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു 46 ദിവസത്തോളം എറണാകുളം നഗരത്തിന്റെ മധ്യത്തിൽ മേനകയിൽ വലിയ കുടിൽകെട്ടി പോരാട്ട സമരം നടത്തിയപ്പോൾ കേരളത്തിന്റെ ജനകീയ മനസ്സാ സമരത്തിന്റെ കൂടെ കൂടുകയും സർക്കാർ പ്രതിസന്ധിയിലാവുകയും ചെയ്തപ്പോഴാണ് ഒരു പാക്കേജോടെ പ്രഖ്യാപിച്ചത്. ആ പാക്കേജ് 18 വർഷം കഴിഞ്ഞിട്ട് നടപ്പാക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ടും. അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, തൊഴിൽ കൊടുക്കണമെന്നുള്ള ഘടകങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടില്ല. അതിന് ഈ പറയുന്ന ഇതിന്റെ പ്ലോട്ട് 2 നില വീട് നിർമ്മിക്കാൻ പറ്റുന്നതായിട്ട് കൊടുക്കണമെന്ന് പറയുന്ന വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ല. ബഹുഭൂരിപക്ഷം കുടുംബങ്ങൾക്കും ഇന്ന് സർക്കാർ കൊടുത്ത 4 സെന്റിൽ വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വീട് വെക്കാൻ കഴിയുന്നത് വരെ വാടക കൊടുക്കണമെന്നുള്ള വ്യവസ്ഥ നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ ആ പാക്കേജിന്റെ പുറകിൽ കിടക്കുകയാണ്. ദേശീയപാത കുടിയൊഴിപ്പിക്കൽ വന്നു. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിൽ കുടിയൊഴിപ്പിക്കലുണ്ടായി. 10,000-ലധികം കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. 1 ലക്ഷത്തിലധികം, 2 ലക്ഷത്തോളം ഭൂവുടമകളെ ബാധിക്കപ്പെട്ടു. ഏതാണ്ട് 5 ലക്ഷത്തോളം, 4 ലക്ഷത്തിലധികം ജനങ്ങളെ ബാധിക്കപ്പെട്ട വമ്പൻ പദ്ധതി, കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വമ്പൻ കുടിയൊഴിപ്പിക്കൽ പദ്ധതിയായിരുന്നു നാഷണൽ ഹൈവേ സ്ഥലമെടുപ്പിന് വേണ്ടി നടന്നത്. ആ സ്ഥലമെടുപ്പിന്റെ 2 വശമുണ്ട്. ഒന്ന് വികസനം എന്ന് പറയുമ്പോൾ അതിലെന്താണ് സംഭവിച്ചതെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു പോവാം. ആ പദ്ധതി വന്നതോടുകൂടി നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുണ്ടായിരുന്ന ദേശീയപാത, സ്വതന്ത്രമായി മുറിച്ചു കടക്കാൻ കഴിയുമായിരുന്ന ദേശീയപാത ഇന്ന് അന്യവൽക്കരിക്കപ്പെട്ടു, അടച്ചുകെട്ടപ്പെട്ടു. ആ പാതയിലോട്ട് കടക്കണമെങ്കിൽ നമ്മളൊരു നിശ്ചിത ദൂരം കടക്കണം. ആ
ആ പാത മുറിച്ചു കടക്കണമെങ്കിൽ നമ്മൾ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റി വളയണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആകുമ്പോൾ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നടന്നാലോ വണ്ടിയിൽ സഞ്ചരിച്ചാലോ മാത്രമേ നമുക്ക് മുറിച്ചു കടക്കാൻ പറ്റുള്ളൂ. സ്വതന്ത്രമായിട്ട് നമുക്കുണ്ടായിരുന്നത് പൊതുനിരത്ത്, പൊതുദേശീയപാത ഇല്ലാതാക്കിക്കൊണ്ടാണ് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റുകൾ ടോൾ വിധിക്കുന്ന ഒരു ചുങ്കപ്പാത അവിടെ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അതാണ് ആ വികസനത്തിന്റെ മറുവശം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിലൂടെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്, ടോളിലൂടെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ പൊതുപണമാണ്. അത് പോകുന്നത് കോർപ്പറേറ്റുകളിലേക്കാണ്. ഇനി ആ പദ്ധതി കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ കാര്യം പരിശോധിച്ചാൽ ഈ റൈറ്റ് ഫെയർ കോമ്പൻസേഷൻ ആക്ടിലെ ഷെഡ്യൂൾ 2 പറയുന്ന പുനരധിവാസത്തിന് ഇവർക്കും അർഹതയുണ്ട്. പക്ഷെ ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് അറിയാമോ? ഫിസിക്കൽ റീഹാബിലിറ്റേഷന് പകരം മോണിറ്ററി ബെനിഫിറ്റ് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു. സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ കൊടുത്തില്ല. പക്ഷേ അവിടെ നിയമം ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ വേണോ മോണിറ്ററി ബെനിഫിറ്റ് വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കുടിയൊഴിപ്പിക്കപ്പെട്ടവനാണ്. ഒരാളോടും അത് ചോദിച്ചിട്ടില്ല ഗവൺമെന്റ്. ഏകപക്ഷീയമായിട്ട് ഗവൺമെന്റ് അങ്ങ് തീരുമാനിച്ചു മോണിറ്ററി ബെനിഫിറ്റ്. ശരി, മോണിറ്ററി ബെനിഫിറ്റ് ആണെങ്കിൽ പോലും അതിന്റെ ഈ ഷെഡ്യൂൾ 2 പറയുന്ന റീഹാബിലിറ്റേഷന്റെ ഘടകങ്ങൾ മുഴുവനും നൽകുന്നില്ല. അവിടെയും ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്, വിവേചനം കാണിക്കുന്നുണ്ട്. മെട്രോയുടെ ഇരകൾക്ക് വേണ്ടി ഇതുപോലെ മോണിറ്ററി ബെനിഫിറ്റ് കൊടുത്തപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് 9,60,000 രൂപയാണ് സർക്കാർ സഹായമായിട്ട് കൊടുത്തത്. വീട് നഷ്ടപ്പെട്ടവർക്ക്. വ്യാപാരികൾക്ക് 5,75,000 രൂപ പരിഹാരമായിട്ട് കൊടുത്തു. പക്ഷേ ദേശീയപാതയുടെ കാര്യത്തിൽ വന്നപ്പോൾ അതേ നിയമം ഉപയോഗിച്ച് അതേ നിയമത്തിലെ ഷെഡ്യൂൾ 2 പറയുന്ന അതേ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഓർഡർ ആയിട്ടുള്ള പോളിസി പ്രകാരം ദേശീയപാത ഇരകൾക്ക് കൊടുത്തപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് വെറും 2,86,000 രൂപയും വ്യാപാരികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവർക്കല്ല വ്യാപാരികൾക്ക് വെറും 75,000 രൂപയും മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ അവരെ പല മാനദണ്ഡങ്ങളും കാരണങ്ങളും നിശ്ചയിച്ച് ഇതിൽ കുറെ ആളുകൾ വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10,000-കണക്കിന് ആളുകൾക്കാണ് അതുമൂലം നഷ്ടം നേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപജീവന തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ വ്യാപാരികളുടെ കാര്യം പരിതാപകരമാണ്. 10 ലക്ഷം 20 ലക്ഷം രൂപ പോലും ഒക്കെ ചെലവഴിച്ചിട്ടാണ് ഓരോ വ്യാപാരികളും അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഫർണിച്ചറൊക്കെ സ്ഥാപിച്ച് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ വ്യാപാരികൾക്ക് കോമ്പൻസേഷൻ ഇല്ല. ഈ റീഹാബിലിറ്റേഷൻ്റെ ഈ പറഞ്ഞ ഘടകം മാത്രമേ ഉള്ളൂ. അതായത് 75,000 രൂപ മാത്രം. 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ മുടക്കി അതിനകത്ത് ഫർണിച്ചറൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു വ്യാപാരി പൊതു ആവശ്യത്തിന് വേണ്ടി അവരെ നിർബന്ധപൂർവ്വം ഇറക്കി വിടുമ്പോൾ സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം വെറും 75,000 രൂപ. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ഭൂമിയുടെ വില കിട്ടും, കെട്ടിടത്തിന്റെ വില കിട്ടും. അതിന്റെ കൂടെയാണ് ഈ 2,86,000 കൂടി കൊടുക്കുന്നത്. പക്ഷെ വ്യാപാരിയുടെ അവസ്ഥ പരിതാപകരമാണ്. വെറും 75,000 രൂപ കൊടുത്ത് അവരെ ഇറക്കി വിടുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന വിധത്തിൽ പദ്ധതികൾ നടപ്പാക്കാനും പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അഥവാ കുടിയൊഴിപ്പിക്കൽ വേണ്ടി വരികയാണെങ്കിൽ ആ കുടിയൊഴിപ്പിക്കൽ ബാധിക്കപ്പെടുന്ന കുടുംബങ്ങളെ അവർ നിലവിൽ ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ടൊരു നിലവാരത്തിലേക്ക് അവരുടെ ജീവിതം എത്തിക്കാൻ കഴിയുന്ന ഒരു വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിന് പാക്കേജുകൾ തയ്യാറാക്കുകയും ആ പാക്കേജ് മുൻകൂറായി കൊടുത്തുകൊണ്ട് തന്നെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ നിയമത്തിലെ ഈ നൂലാമാലകൾ കാരണം ഇതിന്റെ ആർബിട്രേറ്ററായിട്ട് വരുന്നത് കളക്ടറാണ്. ആർബിട്രേഷൻ നിയമത്തിലെ അനുസരിച്ച് കളക്ടറാണ്. പക്ഷെ അതിന്റെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ടിലെ ഷെഡ്യൂൾ 7 സെക്ഷൻ 12 സബ്സെക്ഷൻ 5 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാരൻ ആർബിട്രേറ്ററായിട്ട് ഇരിക്കാൻ പാടില്ല എന്നാണ്. സംഗതി ശരിയാണല്ലോ. ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ടിന്റെ സത്ത എന്താണ്? ഒരു മധ്യസ്ഥമാണ്. അതായത് ഭൂമി എടുക്കുന്നവനും ഭൂമി നഷ്ടപ്പെടുന്നവനും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ഒരു മധ്യസ്ഥൻ വരുന്നു എന്നുള്ളതാണ്. ആ മധ്യസ്ഥൻ സ്വതന്ത്രനായിരിക്കണ്ടേ? ഭൂമി എടുക്കുന്നവൻ തന്നെ മധ്യസ്ഥനായി വന്നാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് നീതി കിട്ടുക? അതാണ് ആ നിയമത്തിൽ തന്നെ അത് പറയുന്നത്. പക്ഷെ സർക്കാർ നിയമിച്ചത് ജില്ലാ കളക്ടർമാരെയാണ്. അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ജില്ലാ കളക്ടർ സർക്കാർ ജീവനക്കാരനാണെന്നുള്ളത് മാത്രമല്ല അതിലെ പോരായ്മ. ജില്ലാ കളക്ടറാണ് ഇതിന്റെ റീഹാബിലിറ്റേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും കൂടി തീരുമാനിച്ചാണ് ഇതിന്റെ വില നിശ്ചയിച്ചുള്ളത്. ഇതെല്ലാം തീരുമാനിച്ചവർ തന്നെയാണ് ഇതിന്റെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥനായിട്ടും വരുന്നത് എന്നുള്ള വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ ആ വിഷയത്തിലുണ്ട്. ഇത് നമ്മൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. സിംഗിൾ ബെഞ്ച് നമുക്ക് അനുകൂലമായി വിധി തന്നു. അതിനെതിരെ സർക്കാർ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ നമുക്ക് അനുകൂലമായി വിധി തന്നു. ഇപ്പൊ സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. ജനങ്ങൾക്കെതിരെയാണെന്ന് കൂടി ഓർക്കണം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വികസനവും കുടിയൊഴിപ്പിക്കലും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പദ്ധതികളാവാം. അപ്പോൾ അതിനുവേണ്ടി ബാധിക്കപ്പെടുന്നവർ പൊതുസമൂഹത്തിന് വേണ്ടി ത്യജിക്കപ്പെടുന്നവരാണ്.
അവരുടെ ആ വ്യക്തിപരമായ നഷ്ടം പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കണം. പദ്ധതികൾ പൊതുവെ ഈ ജനനന്മക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അല്ലാതെ കോർപ്പറേറ്റുകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള താല്പര്യം മുഴച്ചു നിൽക്കുന്ന പദ്ധതികളുമായിട്ടല്ല വരേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 2 ചോദ്യമാണ് പ്രധാനമായിട്ട് ഇവിടെ വന്നത്. ഒന്ന്, എൻ്റെ നാട്ടുകാരനും കൂടിയായിട്ടുള്ള ജോ തോമസ് എടപ്പള്ളി മൂത്തകുന്നം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഈ ദേശീയവാദ വിഷയം കേരളത്തിൽ മുഴുവൻ വലിയ സമരമായി മാറിയതും ഈ ജനകീയ ചെറുത്തുനിൽപ്പ് മൂലമാണ്. 2005 എറണാകുളത്ത് നിന്ന് തുടക്കമിട്ടതാണ് ചേരാനല്ലൂരിൽ നിന്ന്. അത് പിന്നീട് കേരളം മുഴുവൻ നമ്മൾ തന്നെ സംഘടിപ്പിച്ച് വളർത്തി ജനകീയ പ്രതിരോധ സമിതി നേതാക്കളുടെ കൂടി പിന്തുണയോടുകൂടി എല്ലാ ജില്ലകളിലും നമ്മൾ കമ്മിറ്റികൾ ഉണ്ടാക്കി, സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കി, വലിയ ചെറുത്തുനിൽപ്പ് നടത്തി. സർക്കാരുകൾ 2-3 പ്രാവശ്യം ഭൂമി ഏറ്റെടുപ്പിന് വിജ്ഞാപനം ഇറക്കിയിട്ടും ചെറുത്തുനിൽപ്പിലൂടെ നമുക്കത് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. 20 വർഷത്തോളം സർക്കാരിന് ഭൂമി എടുക്കാൻ കഴിയാതെ വന്നു. 3-4 നോട്ടിഫിക്കേഷനുകൾ റദ്ദാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. 3 പ്രാവശ്യം സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന തലത്തിൽ സർവകക്ഷി യോഗം കൂടി തീരുമാനമെടുക്കേണ്ടി വന്നു. പലവട്ടം പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ടി വന്നു. 2013 നിയമത്തിന്റെ രൂപീകരണ ഘട്ടത്തിൽ പാർലമെന്റിൽ ചേരാനല്ലൂരിലെ തുടക്കമിട്ട കേരളത്തിലെ ദേശീയപാതയുടെ സമരത്തെപ്പറ്റി അവിടെ ചർച്ച വന്നു. പാർലമെന്റ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിൽ കേരളത്തിലെ ദേശീയപാത സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു. അങ്ങനെയൊക്കെ വലിയ ഒരു സമര ചരിത്രം തന്നെ അതിന് പിന്നിലുണ്ട്. അതിൽ ജനങ്ങൾ സംഘടിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആ പദ്ധതിയിലെ POT വശങ്ങളും ടോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്വകാര്യവൽക്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പൊതുജനത്തോട് വിളിച്ചു പറഞ്ഞ് നടത്തിയ ഒരു പോരാട്ടമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അത്രയും സുദീർഘമായ ഒരു പോരാട്ടം ചെറുതെടുപ്പ് കഴിഞ്ഞത്. പിന്നീട് 2013 നിയമം വരികയും അതിന് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ വരികയും ജനങ്ങൾ അതിലൊക്കെ വലിയ ആകർഷിക്കപ്പെടുകയും കോവിഡിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കോവിഡ് പാൻഡമിക് നിയമങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ആ സമയത്ത് പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗിച്ച് ഭൂമി പിടിച്ചെടുത്ത് ഈ പദ്ധതി നടപ്പാക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞത് ഈ ജനപ്രതിനിധികൾ സ്വാഭാവികമായിട്ട് ചർച്ചകൾ കളക്ടർ വിളിച്ചു കൂട്ടാറുണ്ട്. ആ ചർച്ചകളിൽ ജനപ്രതിനിധികളാണ് പങ്കെടുക്കുക. MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആ തരത്തിലുള്ള ആളുകളാണ്. സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുടെ ആളുകൾ വിളിക്കില്ല. അതാണ് അതിന്റെ പോരായ്മ. അത് പരിഹരിക്കപ്പെടണമെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അത് ഗവൺമെന്റ് പരിഹരിക്കണം. സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണകൾ ഉണ്ടാവുക, അതിന്റെ പോരായ്മകൾ കണ്ടെത്താൻ കഴിയുക, എല്ലാം അവർക്കാണ്. അപ്പോൾ ഓരോ ചർച്ചകൾ തുടക്കമിടുമ്പോൾ തന്നെ അവരെ കൂടി പങ്കെടുപ്പിച്ചാൽ അതിലെ പോരായ്മകൾ നികത്തി കൃത്യമായ രീതിയിൽ നമുക്ക് പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഗവൺമെന്റുകൾ പരിഗണിക്കേണ്ടതാണ്. പഞ്ചായത്ത് പ്രതിനിധികളാവട്ടെ, മറ്റ് ജനപ്രതിനിധികളാവട്ടെ, ഇതിനെപ്പറ്റി ഒരു വലിയ ധാരണയില്ലാത്തവരായി അതിൽ നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ എല്ലാ കാര്യങ്ങളും കൂടി പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഇതിന്റെ സാങ്കേതിക വശങ്ങളും കാര്യങ്ങളും ഒന്നും പറയാനും ഇതാവാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത്. ഇപ്പോൾ ഈ എടപ്പള്ളി മൂത്തകുന്നം പറയുമ്പോൾ എലിവേറ്റഡ് ഹൈവേ നമ്മൾ പ്രപ്പോസ് ചെയ്തതാണ്. നമ്മുടെ ദേശീയപാത സമരസമിതിയുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി മൂത്തകുന്നത്ത് എലിവേറ്റഡ് ഹൈവേ പണിയണം എന്നുള്ളതായിരുന്നു. അതിന് കുറെ കണക്കുകളൊക്കെ നമ്മൾ എടുക്കുകയും കോടതികളിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊക്കെ നമ്മൾ പരാതിയൊക്കെ എത്തിക്കുകയും ചെയ്തതാണ്. പക്ഷെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളയാൻ അവർ പറഞ്ഞ കാരണങ്ങളാണ് രസം. അവർ പറഞ്ഞത് എലിവേറ്റഡ് ഹൈവേക്ക് 2286 കോടി രൂപ ചെലവ് വരും, 24 കിലോമീറ്റർ, 2286 കോടി രൂപ. അതുകൊണ്ട് അത് പ്രായോഗികമല്ല. 1100 കോടി രൂപക്ക് 45 മീറ്ററിൽ ദേശീയപാത നിർമ്മിക്കാൻ കഴിയും. അതുകൊണ്ട് അധിക ചെലവാണ്, പ്രായോഗികമല്ല എന്ന് തലക്കും. പക്ഷെ അതിലെ വസ്തുത നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കതിലെ പൊരുത്തക്കേട് വളരെ വ്യക്തമായിട്ട് ബോധ്യമാകുന്നത്. ഇവർ 1100 കോടി എന്ന് പറയുന്നത് അത് തന്നെ ഇപ്പൊ 643 കോടിയായിട്ട് 1643 കോടി രൂപ ചെലവ് ചെയ്താണ് ഇപ്പൊ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ആ 1100 കോടി എന്ന് പറയുമ്പോൾ സ്ഥലമെടുപ്പിൽ വരുന്ന ചെലവ് അതിൽ കണക്കാക്കിയില്ല. സ്ഥലമെടുപ്പിൽ വരുന്ന ചെലവ് 1600 കോടി വേറെ ഉണ്ട്. ഇത് 2 കൂടി കൂട്ടുമ്പോൾ 3200 ചില്ലാൻ കോടി രൂപ ചെലവ് വരുന്നുണ്ട്. ഇത് പറയാതെ ഇവര് ഈ നിർമ്മാണത്തിന്റെ ചെലവ് മാത്രം പറഞ്ഞുകൊണ്ട് ആ പദ്ധതി പ്രായോഗികമല്ല എന്ന് പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ 2280 കോടി രൂപക്ക് എലിവേറ്റഡ് ഹൈവേ ആയിട്ട് 6 വരിപ്പാത മുകളിലൂടെയും 6 വരിപ്പാത സർവീസ് റോഡായിട്ട് താഴെ കൂടിയും 12 വരിപ്പാത 2283 കോടി രൂപയ്ക്ക് നിർമ്മിക്കാൻ കഴിയുമായിരുന്ന ആ പദ്ധതി 3300 കോടി രൂപയ്ക്ക് വെറും 6 വരിപ്പാത
പാതയായിട്ട് താഴെ കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇടുങ്ങിയ രണ്ട് വശങ്ങളിലും സർവീസ് റോഡ് 5.5 മീറ്റർ വീതമുള്ള സർവീസ് റോഡും ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ നേരത്തെ 30 മീറ്റർ സൗകര്യം ഉപയോഗിച്ച് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ, പ്രദേശവാസികൾ ഇന്ന് 5.5 മീറ്ററിലേക്ക് ഒതുങ്ങി. അവർക്ക് മുറിച്ചു കടക്കാനുള്ള ആവശ്യമായ അടിപ്പാതകൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് സമരങ്ങളുടെ വേലിയേറ്റമാണ്. പല സ്ഥലങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമരങ്ങളുടെ ഭാഗമായി വാഗ്ദാനം ചെയ്തതൊട്ട് പാലിക്കപ്പെടുന്നുമില്ല. അതിനുവേണ്ടി വീണ്ടും സമരം ചെയ്യേണ്ട ഗതികേടിലാണ്. ഇനി മറ്റൊന്ന്, ബഹുമാനപ്പെട്ട നസീർ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളും ഇപ്പം ഞങ്ങളും അത് അനുഭവിച്ചതാണ്. 30 കൊല്ലത്തോളം അവിടെ ഈ ഭൂമി എടുക്കുന്നു എന്ന് പറഞ്ഞ് അലൈൻമെന്റ് ഒക്കെ നിശ്ചയിച്ച് കല്ലൊക്കെ ഇട്ട് പോയതാണ്. പക്ഷെ അതിന് നിയമപരമായ വശം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കല്ലിട്ട് പോയത് കൊണ്ടിട്ട് നിയമപരമായി അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതേസമയം കല്ലിട്ടിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷന്റെ കാലാവധിക്കുള്ളിൽ വരെ അത് നിലനിൽക്കും. നോട്ടിഫിക്കേഷൻ ലാപ്സായി കഴിഞ്ഞാൽ, റദ്ദായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ കല്ല് വലിച്ചൂരി കളയാം. നമ്മുടെ മുമ്പിൽ സമീപകാലത്തെ തെളിവുണ്ട്. ബാബുരാജൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ കല്ലൂരിയ അവസ്ഥ നമുക്കറിയാം. നോട്ടിഫിക്കേഷന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഇറങ്ങി കല്ലൂരി കളഞ്ഞു. പിന്നെ അതിന്റെ പ്രായോഗികമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്ലവിടെ കിടക്കും തോറും നിയമപരമായി അതിന് സാധ്യത സാങ്കത്യം ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലൊരു ഭീതിയാണ്. ഇത് കല്ലിവിടെ ഉള്ളിടത്തോളം കാലം ഇത് പദ്ധതിക്ക് വേണ്ടി നഷ്ടപ്പെടാൻ പോകുന്ന ഭൂമിയാണ്. അത് വാങ്ങിക്കാൻ പറ്റില്ല, അത് വിൽക്കാൻ പറ്റില്ല, ഭാഗം ചെയ്യാൻ പറ്റില്ല, കെട്ടിടം പണിയാൻ പറ്റില്ല. വലിയ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അപ്പം അതിന് ഏറ്റവും നല്ലത്, നിങ്ങൾക്കൊരു കേസ് കൊടുക്കാം. സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ഇവിടെ വക്കീലൊക്കെ ഇരിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ഈ ഭൂമി ഫ്രീസ് ചെയ്യാൻ പാടില്ല. ഭൂമി ഒരു കാര്യത്തിനും ഫ്രീസ് ചെയ്യാൻ ഇപ്പോൾ നിയമം അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് പദ്ധതി ഉണ്ടോ, പദ്ധതിക്ക് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി ഭൂമി എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ ഭൂമിക്ക് വേണ്ടി അനന്തമായിട്ട്, പദ്ധതികൾക്ക് വേണ്ടി അനന്തമായിട്ട് ഭൂമി ഫ്രീസ് ചെയ്യാൻ പാടില്ല. ഇതാണ് അതിൻ്റെ വിശദീകരണം. താങ്ക് യു.